നാവ് ബാർ എന്നുള്ള നാവ് ബാറിനെ കുറിച്ചാണ്. നാവ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാവിഗേഷൻ ബാർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് നാവ് ബാർ എന്നുള്ളത്. അപ്പോൾ ഇത് ടോപ്പ് നാവിഗേഷൻ ബാറാണ്. ചില സൈറ്റിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണും, റൈറ്റ് സൈഡിലെല്ലാം കാണും. അപ്പം ഇതിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, ഒന്നല്ല. അപ്പോൾ ഇതിൽ ഈ നാവ് ബാറിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നാവിഗേഷൻ ബാർ എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ട്, പിന്നെ കുറേ നാവിഗേഷൻസ് ഉണ്ട്, പിന്നെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതിൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ കേസിൽ നാവ് ബാർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാവ് ബാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ കണ്ടെയ്നർ ഫ്ലൂയിഡ് നമുക്കറിയുന്നതാണ്. പിന്നെ ഈ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി നാവ് ബാർ ഹൈഫൺ ബ്രാൻഡ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. എല്ലാം ചെറിയ ചെറിയ പർപ്പസിനുള്ളതാണ്. ഇനി നമുക്ക് ആവശ്യമില്ല, നമുക്കതിന് പകരം അവിടെ ഇമേജ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് പ്രോപ്പർ രീതിയിൽ നമുക്കതിന് സൈസും കാര്യങ്ങളെല്ലാം കൊടുക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് തരുന്നതാണ്. പിന്നെ നാവ് ബാർ ടോഗിൾ എന്ന് പറയുന്ന ടോഗിൾ ഐക്കൺ ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു കോഡ് ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് എൻ്റെ സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് അതിനെ പേസ്റ്റ് ചെയ്യണം. എൻ്റെ റൺ ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നാവ് ബാർ എന്ന് പറഞ്ഞ ഐക്കൺ, ടെക്സ്റ്റ്, പിന്നെ ഹോം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബട്ടൺസ്. അപ്പോൾ ഇതിൽ ഞാൻ ഇതിനെ റീസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ സൈസിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് റെസ്പോൺസീവ് ആണിത്. റെസ്പോൺസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൈസിലാക്കി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, ഈ മെനുവിനെ പിടിച്ചിട്ട് നമ്മുടെ നാവിഗേഷൻ ബാറിലുള്ള ലിങ്കിനെ പിടിച്ചിട്ട് ഒരു മെനുവിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ ഇത് ശരിക്കും ഒരു ഐക്കണാണ്, ഇപ്പോൾ ഒരു ബട്ടണാണ് അല്ല. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്കിതിനെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബിഹേവിയർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കോഡും ആൾറെഡി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ നാവ് ബാർ ടോഗ്ലർ ഐക്കൺ എന്ന് പറയുന്ന ഈ ഐക്കണാണ് ശരിക്കും നമുക്ക് ഈ ബട്ടണായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ലിങ്കെല്ലാം ഡിവ് ഏതാന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടാർഗറ്റ് ഏതാന്നുള്ളത് ഡാറ്റ ബൂട്ട്സ്ട്രാപ്പ് ടാർഗറ്റ് ഈക്വൽ ടു എന്ന് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു ഡിവ് അതിനൊരു ഐ ഡി കൊടുത്തിട്ടുണ്ട്, നാവ് ബാർ സപ്പോർട്ട് കണ്ടന്റ് എന്നുള്ളത്. എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മൈ നാവ് നല്ല രീതിയിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിന് ഡിവിൻ്റെ ഐ ഡി എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ലിങ്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിവിനെ അവർ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അതാണ് ടോഗ്ലർ ഐക്കൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് കൊളാപ്സ് ചെയ്തിട്ടാണ് നിർത്തുന്നുണ്ടാവുക, ചെറിയ സൈസിൽ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് വലിയ സൈസിലാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നാവ് ബാർ നാവ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻഡിവിജ്വൽ ലിങ്കുകൾ റാപ്പ് ചെയ്തിട്ടുള്ള ആ നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത്. ഇപ്പം കണ്ടെയ്നർ ഫ്ലൂയിഡ്, ഇതിൽ ടെക്സ്റ്റ്, പിന്നെ നമുക്കിവിടെ ടോഗ്ലർ ബട്ടൺ ഡിഫോൾട്ടായിട്ട് അത് ഹിഡൻ ആയിരിക്കും. പിന്നെ ഇതാണ് നമുക്ക് ശരിക്കും നാവ് ബാർ എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും നമ്മുടെ നാവിഗേഷൻ ലിങ്കുകൾ കൊടുക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, നാവ് ബാർ ഹൈഫൺ നാവ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ നമ്മൾ നാവ് ഐറ്റം എന്ന് പറയുന്നത് ഓരോരോ ഇൻഡിവിജ്വൽ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ കൊടുത്തിട്ടുള്ളത് ഒരു UL വെച്ചിട്ടാണ്. കൂടുതൽ നാവിഗേഷന് വേണ്ടി നമ്മൾ UL LI തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിന് ക്ലാസ് നാവ് ബാർ ഹൈഫൺ നാവ് പാരൻറ്റ് UL കൊടുത്തു. ഇൻഡിവിജ്വൽ ലിങ്കിന് കൊണ്ടുവന്നിട്ട് നാവ് ഹൈഫൺ ഐറ്റം എന്ന് പറയുന്ന ക്ലാസ് കൊടുക്കുന്നു. പിന്നെ നാവ് ഐറ്റം അതിനുള്ളിൽ നമ്മൾ ആങ്കർ ടാഗ് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ നാവ് ഹൈഫൺ ലിങ്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുക്കുന്നു. പിന്നെ ഏതാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട്, ഇപ്പോൾ യൂസർ ഈ ഹോം പേജിലാണെങ്കിൽ ഹോം പേജിലാണെന്നുള്ള യൂസർക്ക് തിരിച്ചറിയാൻ വേണ്ടി അതിനെ നമ്മൾ കുറച്ചും കൂടെ ഡാർക്ക് കളറിൽ കൊടുക്കുന്നുണ്ട്, അതിന് ആക്റ്റീവായിട്ട് നിർത്തുന്നുണ്ട്. അതിന് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതെല്ലാത്തിനും ഇതേ സെയിം രീതി തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നാവ് ബാർ. നാവ് ബാർ എന്ന് പറയുന്നതിന് ശരിക്കും മെയിനായിട്ടും നാവ് ബാർ ഹൈഫൺ നാവ്, നാവ് ഐറ്റം, നാവ് ലിങ്ക്, ഇതാണ് അതിൻ്റെ ഹൈറാർക്കി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മൊത്തത്തിൽ നമ്മൾ ടൂൾ ബാറിൻ്റെ പർപ്പസും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ നാവ് ബാർ എന്ന് പറയുന്ന ക്ലാസ് ഉള്ളതും. അതേപോലെ നാവ് ബാർ എക്സ്പാൻഡ് LG സൈസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ LGയോ അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നിർത്താൻ വേണ്ടി. അപ്പോൾ എനിക്കത് LG അല്ല SM ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ SM എന്നുള്ളത് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പം
ഇത് LG സൈസിൽ മാത്രമല്ല, ഈവൻ SM സൈസിലാണെന്നുണ്ടെങ്കിലും എക്സ്പാൻഡ് ആയിട്ട് തന്നെ നിൽക്കുക. SM-ൻ്റെയും താഴോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സെക്ഷൻക്ക് പോവുള്ളൂ. എന്നുവെച്ചാൽ ഇതിനെ ടോഗ്ലറിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോവുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സിനാരിയോയിലാണ് നമ്മൾ ഈ നാവ് ടോഗ്ലർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡിംഗ് എല്ലാം ശരിക്കും ഇങ്ങനെ, അപ്പോൾ ഇത് CS മാത്രമല്ല, CSS വെച്ചിട്ട് മാത്രമല്ല ഇതിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, ജാവാസ്ക്രിപ്റ്റും കൂടെ വെച്ചിട്ടാണ് ഇതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ, ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഈ ഒരു സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. സ്റ്റൈലും കാര്യങ്ങളെല്ലാം വരും, പക്ഷെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ജാവാസ്ക്രിപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നാവ്ബാർ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ആ കമ്പോണൻറ്റ് CSS-ഉം ജാവാസ്ക്രിപ്റ്റും കൂടെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ നമ്മളിപ്പം കണ്ടില്ലേ, ടാർഗറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ആ ഏത് ഡിബിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ ID കൊടുക്കുന്നു. ID ഇവിടെ കൊണ്ടുവന്നിട്ട് ടാർഗറ്റ് ഈക്വൽ ടു കൊടുക്കുന്നു. പിന്നെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ പല കാര്യങ്ങളും അപ്പോൾ ഇത് ഡിഫോൾട്ട് നമ്മൾ കൊളാപ്സ് ചെയ്തിട്ടാണുള്ളത് ഉള്ളത്. അപ്പോൾ ഈ ടോഗിൾ data-bs എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ബൂട്ട്സ്ട്രാപ്പിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ടിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിഫിക്സ് ആണിത്. ഡയറക്റ്റ് നമുക്ക് ടോഗിൾ ഈക്വൽ ടു എന്ന് കൊടുത്താലും മതി, പക്ഷേ ബൂട്ട്സ്ട്രാപ്പിൻ്റെതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് data-bootstrap ഉള്ളത് കൊടുക്കുന്നത്. കാരണം അല്ലാതെ പർപ്പസിന് ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ബൂട്ട്സ്ട്രാപ്പ് എപ്പോഴും നോക്കുക data-bootstrap- എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ബൂട്ട്സ്ട്രാപ്പ് നോക്കുള്ളൂ. അപ്പോൾ അത് ആ പ്രോപ്പർ നെയിമിങ് അവർ ഡോക്യുമെൻറ്റേഷനിൽ എന്നുള്ള എക്സാക്ട്ലി സെയിം നെയിമിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നാവ്ബാർ. പിന്നെ നമുക്ക് ഉള്ള മറ്റൊന്ന് നാവ്ബാർ നാവ്സ് ആൻഡ് ടാബ്സ് ഉണ്ട്. നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. നമുക്ക് ആക്ച്വലി നമ്മൾ ബൂട്ട്സ്ട്രാപ്പിലെ നാവ്ബാറാണ് നോക്കിയിട്ടുണ്ട്. നാവ്ബാറിൽ നമുക്ക് നാവിഗേഷൻ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അണ്ടറിൽ കുറച്ചും കൂടെ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീം ഈക്വൽ ടു data-bootstrap തീം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാവ്ബാറിന് കൊടുക്കാൻ പറ്റും. ഡാർക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിന് വേണ്ടി BG ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും തീം ഡാർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ലെറ്റേഴ്സ് എല്ലാം കുറച്ച് ഡാർക്കായിട്ട് കാണാൻ പറ്റും. അതേപോലെ നാവ്ബാർ പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് സ്പെസിഫിക് കളർ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നാവ്ബാർ BG പ്രൈമറി കൊടുക്കാൻ പറ്റും. എന്നിട്ട് തീം സെറ്റ് ചെയ്യാൻ പറ്റും. ഈ തീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ടെക്സ്റ്റ് ബോക്സിനെല്ലാം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഡാർക്ക് തീം ആണെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ഡാർക്ക് ആയിരിക്കും. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ഒരു ഗ്രേ കളർ. ചില ഇപ്പോൾ നൈറ്റിലെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണിന് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലുള്ളതാണ് എപ്പോഴും ഡാർക്ക് തീം എന്ന് പറയുന്നത്. ലൈറ്റ് തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ടൈമിലെല്ലാം കുറച്ചും കൂടി കംഫർട്ടബിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മറ്റൊന്നാണ് നാവ്സ് ആൻഡ് ടാബ്സ്. നാവ്സ് ആൻഡ് ടാബ്സ് എന്നുള്ളത് നാവിഗേഷൻ തന്നെയാണ്. നമ്മൾ നാവ് ഐറ്റം നാവ് ലിങ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിൽ. പിന്നെ അത് കൂടാതെ നമുക്ക് ടാബിൻ്റെ രൂപത്തിലുള്ള, അതുപോലെ വെർട്ടിക്കൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാവ് ഫ്ലക്സ് കോളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്ലക്സ് ബോക്സ് കോളാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ വെർട്ടിക്കലി കൊണ്ടുപോകാൻ പറ്റുമല്ലോ, അത് ചെയ്യാൻ പറ്റും. പിന്നെ ടാബ് രീതിയിലാക്കാൻ പറ്റും. ടാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാവ് ഐറ്റം നാവ് ലിങ്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ഇത് ടാബ് രീതിയിലാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി nav-tabs എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാബിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ മറ്റൊന്നുള്ളത് പിൽസ് പോലെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതിന് നാവ് പിൽസ് എന്നാണ് പറയാം. ആ രീതിയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നാവ് ഐറ്റം നാവ് ലിങ്ക് എന്തായാലും ആ ഒരു ഹൈറാർക്കി ഉണ്ടാവും. UL-ന് നാവ്, LI-ക്ക് നാവ് ഐറ്റം, അതിൻ്റെ ആങ്കർ ടാഗിന് നാവ് ലിങ്ക്. അത് കൂടാതെ ഏത് രീതിയിൽ കാണിക്കണോ അതിനനുസരിച്ച് നമുക്ക് നാവ് -പിൽസ് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്കത് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാം ബൈഹാർട്ട് ആക്കണ ആവശ്യമില്ല. ഒരു ഹൈറാർക്കി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് റെഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും.